നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പെയർസ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ ആദ്യം കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അൺടിൽ 2 ഇക്വേഷൻസ് ഈ പാർട്ട് വരെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നേരത്തെ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇതൊരു ഒരു പൊടിതട്ടിയെടുക്കൽ ക്ലാസ് എന്നൊക്കെ പറയും. നമ്മുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്നുകൂടി റിഫ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നതാണ് എൻ്റെ ഇന്നത്തെ ലക്ഷ്യം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദർ ആർ 100 ബീഡ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ എ ബോക്സ്. 10 more black than white. How many black and how many white? 100 ബീഡ്സ് ഉണ്ട്, 100 മുത്തുകളുണ്ട് ഒരു ബോക്സിൽ. ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഈ രണ്ട് കളേഴ്സിലാണ് ഈ ബീഡ്സ് ഉള്ളത്. എത്ര ബ്ലാക്ക് ഉണ്ട് എത്ര വൈറ്റ് ഉണ്ടെന്ന് നമുക്കറിയില്ല. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആക്ച്വലി. സോ ഇവിടെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. 10 more black than white. 10 ബ്ലാക്ക് കൂടുതലുണ്ട്. വൈറ്റിനേക്കാളും 10 എണ്ണം കൂടുതലാണ് എന്ത് ബ്ലാക്ക്. വൈറ്റിനേക്കാളും 10 എണ്ണം കൂടുതലാണ് ബ്ലാക്ക്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? എത്ര ബ്ലാക്ക് ഉണ്ടാവും, എത്ര വൈറ്റ് ഉണ്ടാവും? വൈറ്റ് ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. വൈറ്റിന് ഞാൻ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ എണ്ണം എത്ര ആയിരിക്കും? ബ്ലാക്ക് വൈറ്റിനേക്കാളും 10 എണ്ണം കൂടുതലാണ്. അപ്പോൾ അത് എക്സ് പ്ലസ് 10 ആയിരിക്കില്ലേ? എക്സ് പ്ലസ് 10 ആയിരിക്കും. അങ്ങനെയെങ്കിൽ എക്സ് പ്ലസ് ഞാൻ എഴുതാം, അതാണ് നല്ലത്. എക്സ് പ്ലസ് 10. എക്സ് പ്ലസ് 10 എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ആൻഡ് അത് പ്ലസ് വൈറ്റ്, അത് എക്സ് ആണ്. ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ആ ബോക്സിലുണ്ടായിരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സിൻ്റെ എണ്ണം, അതായത് ഇറ്റ്സ് 100. അങ്ങനെയെങ്കിൽ എക്സ് പ്ലസ് 10 പ്ലസ് എക്സ്, വിച്ച് ഇസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് 2x. സോ 2x പ്ലസ് 10 is equal to, we can write it as 100. ഇനി ഈ 10ന് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു, ഈ ഈക്വൽ ടുനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് പറ്റും? അവിടെ 2x മാത്രമേ ഉണ്ടാവുള്ളൂ. 2x is equal to 100. ഇവിടെ 10 പോസിറ്റീവ് ആണ്. അത് ഈക്വൽ ടുവിൻ്റെ നെക്സ്റ്റ് സൈഡിൽ അപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അത് മൈനസ് ആവും. സോ -10. അങ്ങനെയെങ്കിൽ 2x is equal to, it becomes 2x is equal to 90. And x is equal to, ഇവിടെ 2 into x 2x മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അത് ഡിവൈഡ് ആയി മാറും. അപ്പം 90 divided by 2 which is equal to 45. സോ നമുക്ക് കിട്ടി എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് എന്താന്ന് പറഞ്ഞത് വൈറ്റ് ആണ്. അപ്പോൾ വൈറ്റിൻ്റെ എത്ര വൈറ്റ് ഉണ്ട്? 45 വൈറ്റ് ബീഡ്സ് ഉണ്ട്. ഇനി ബ്ലാക്ക് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 10 ആണ്. സോ എത്ര എണ്ണം ഉണ്ടത്? 45 പ്ലസ് 10, ദാറ്റ് ഈസ് 55 black beads. The second question, which is, the price of a table and a chair is 11,000 rupees. The price of the table and 4 chairs is 14,000 rupees. What is the price of each? ഒരു ടേബിളിൻ്റെയും ചെയറിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് 11,000 rupees ആണ്. ഒരു ടേബിളിൻ്റെയും 4 ചെയറിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് 14,000 rupees ആണ്. അങ്ങനെയെങ്കിൽ ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, സിംഗിൾ വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഒരു വേരിയബിൾ മാത്രം എടുത്ത്, അത് എക്സ് എന്നോ വൈ എന്നോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു വേരിയബിൾ എടുത്തുകൊണ്ട് ചെയ്യാൻ. രണ്ടാമത്തെ മെത്തേഡാണ്, അതാണ് കുറച്ചുകൂടി കൺവീനിയൻറ്റ്. അത് നമ്മൾ 2 വേരിയബിൾസ് എടുക്കും, ടേബിളിനും ചെയറിനും സെപ്പറേറ്റ് വേരിയബിൾസ്. ഞാനിവിടെ ടേബിളിന് എക്സ് എന്നും ചെയറിന് വൈ എന്നും എടുക്കുന്നത്. ടെക്സ്റ്റിൽ വേറെ എന്തൊക്കെയൊക്കെ എടുത്തേക്കണം, എനിക്കറിയില്ല. ടേബിളിന് വൈ എന്നോ ചെയറിന് എക്സ് എന്നോ അങ്ങനെ എന്തൊക്കെയാണ്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. എനിവേ ഞാൻ എടുക്കുന്നത് ടേബിളിന് എക്സ് എന്നും ചെയറിന് വൈ എന്നുമാണ്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ദ പ്രൈസ് ഓഫ് എക്സ് പ്ലസ് വൈ, ടേബിളിൻ്റെയും ചെയറിൻ്റെയും, വിച്ച് ഇസ് ഈക്വൽ ടു 11,000 rupees. Then it is x
plus y is equal to 11,000 rupees. അങ്ങനെ അടുത്തത് the price of table and 4 chairs. ഒരു ടേബിളിൻ്റെ ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ടേബിൾ തന്നെയുള്ളൂ കേട്ടോ. x plus 4 chairs 4y is equal to 14,000 rupees. ഓക്കെ, സോ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ജസ്റ്റ് ഫോർ മൈ കൺവീനിയൻസ്, അല്ലാതെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇതിനെ ഏറ്റവും എളുപ്പമുള്ള വഴി ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഈ രണ്ട് ഇക്വേഷൻസിനെ നമുക്ക് മൈനസ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ ആ ഒരു മെത്തേഡ് പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വേറെ മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം, ഇക്വേഷൻ നമ്പർ 1. അതെടുത്തിട്ട് അതിൽ എക്സിന് മാത്രമായിട്ട് എഴുതാം. അതായത് LHSൽ എക്സിന് മാത്രം വെക്കുക. ഈ ഇക്വേഷൻ ഇങ്ങനെയാണ്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000 എന്നല്ലേ? ഓക്കെ, 0. ഓക്കെ, 11,000 എന്നാണ്. ഇതിന് നമുക്ക് എക്സിന്റെ ടേംസിൽ എഴുതാം. അതായത് LHSൽ എക്സ് മാത്രം വെക്കാം. ഈ വൈനെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കാം, RHSലേക്ക് എടുക്കാം. അപ്പോൾ എങ്ങനെ വരും? എക്സ് ഇസ് ഈക്വൽ ടു 11,000 മൈനസ് വൈ എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇക്വേഷൻ നമ്പർ 2ലും അങ്ങനെ ആക്കാം. ഇതിപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞു കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2നെ നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം. എക്സിന്റെ RHSൽ എക്സിനെ മാത്രം നിർത്തിക്കൊണ്ട്, RHSല്ല LHSൽ എക്സിനെ മാത്രം നിർത്തിക്കൊണ്ട്. സോ ഇറ്റ് ബിക്കംസ് എക്സ് ഇസ് ഈക്വൽ ടു 14,000 മൈനസ് 4y. 14,000 മൈനസ് 4y. ഈ ഇക്വേഷനെ ഞാൻ ഈ എക്സ് അവിടെ നിർത്തിയിട്ട് 4yനെ RHSലേക്ക് എടുത്തു. അപ്പോഴാണ് ഈ രണ്ട് ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം നോക്കും. ഇതിൽ RHS ഈക്വൽ ആണ്, RHS രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ LHS ഈക്വൽ ആയിരിക്കില്ലേ? അതെ, എക്സും, അതായത് ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 11,000 മൈനസ് വൈ, എക്സ് ഇസ് ഈക്വൽ ടു 14,000 മൈനസ് വൈ. രണ്ടും അതായത് 14,000 മൈനസ് വൈയും 11,000 മൈനസ് വൈയും എന്തിനോട് ഈക്വൽ? എക്സ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇത് രണ്ടിനെ ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ വരും? 11,000 മൈനസ് വൈ ഈക്വൽ ടു 14,000 മൈനസ് 4y എന്ന് വരും. ഇനി നമുക്ക് ഇതിനൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വൈനെ മാത്രം കീപ്പ് ചെയ്യുന്നു. അപ്പോൾ മൈനസ് വൈനെ മാത്രമല്ല, ഈ മൈനസ് വൈനെ കീപ്പ് ചെയ്യണത് ഇസ് ഈക്വൽ ടു 14,000 മൈനസ് 4y. അതവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ മാറ്റാം. ഈ 11,000 ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ മൈനസ് 11,000. ഓക്കെ, ഇനി ഞാൻ ഈ മൈനസ് 4yനെ നെക്സ്റ്റ് സൈഡ്, അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുന്നു. സോ ഇറ്റ് ബിക്കംസ് മൈനസ് വൈ അവിടെ തന്നെ ഉണ്ട്. മൈനസ് 4y LHSലേക്ക് വരുമ്പോൾ അത് പ്ലസ് 4y ആവും. അപ്പോൾ പ്ലസ് 4y is equal to 14,000 minus 11,000, which is equal to 3,000. ഇനി മൈനസ് വൈ പ്ലസ് 4y ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 4y മൈനസ് വൈ എന്നാവും. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് വൈൻ്റെ സൈൻ ലെഫ്റ്റ് സൈഡിൽ നോക്കിയേ, ഇവിടെ നെഗറ്റീവാ, ഇവിടെ നെഗറ്റീവാ. ഇവിടെ 4y പോസിറ്റീവ്, ഇവിടെയും 4y പോസിറ്റീവ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. 3,000. So now things have become easy.
4y minus y is equal to 3y, and 3y is equal to 3000. So y becomes y is equal to 3000. Y is equal to 3000 divided by 3, which is equal to 1000 rupees. അതായത് y എന്ന് പറയുന്നത് ഓക്കെ ഒരു ചെയറിൻ്റെ വില. അപ്പോൾ എമൗണ്ട് ഓഫ് എ ചെയർ എസ് 1000 rupees. ഇനി ടേബിൾ എന്ന് പറയുന്ന എക്സ് ആണ്. അത് ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. ഞാനത് ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സ് എന്താ? എക്സ് അറിയില്ല, ഇറ്റ്സ് അൺനോൺ. എക്സ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വൈൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, 1000 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 11,000. ഇനി എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് ഈസ് ഈക്വൽ ടു 11,000 മൈനസ് 1000 ചെയ്യുക, 1000 ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 11,000 minus 1,000, that is 10,000. So finally we can say എന്താണ്, ടേബിളിൻ്റെ വില എന്ന് പറയുന്നത് 10,000 ആണ്, ആൻഡ് ചെയറിൻ്റെ വില എന്ന് പറയുന്നത് 1000 rupees ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Of two numbers, the larger one is 5 times the smaller one, and subtracting the smaller from the larger gives 32. What are the numbers? ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ സെക്കൻഡ് മെത്തേഡ്, നേരത്തെ പറഞ്ഞ സെക്കൻഡ് മെത്തേഡ്, അതായത് 2 വേരിയബിൾസ് എടുത്ത് അങ്ങനെ ചെയ്യാൻ പോകുന്നു. സോ ഇതിൽ ലാർജർ നമ്പറിനെ ഞാൻ എക്സ് എന്നും സ്മോളർ വണ്ണിനെ ഞാൻ വൈ എന്നും എടുക്കുന്നത്. സോ നമുക്ക് പറയാം ലാർജർ നമ്പർ എന്ന് പറയുന്നത് വിച്ച് ഈസ് 5 times സ്മോളർ നമ്പർ. 5 times സ്മോളർ നമ്പർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് 5y. അതൊരു ഇക്വേഷൻ. ആൻഡ് സബ്സ്ട്രാക്ടിങ് ദ സ്മോളർ ഫ്രം ദ ലാർജർ ഗീവ്സ് 32. സബ്സ്ട്രാക്ടിങ് ദ സ്മോളർ ഫ്രം ദ ലാർജർ. ലാർജർ ഇസ് എക്സ്. ലാർജർ ഇസ് എക്സ്. എക്സിൽ നിന്ന് വൈനെ മൈനസ് ചെയ്യുന്നത് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 32 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൽ എക്സ് എന്ന് പറയുന്ന 5y നമ്മൾ കണ്ടുപിടിച്ചു. 5y മൈനസ് y is equal to 32. ഓക്കെ, 5y minus y equal to 32. അങ്ങനെയെങ്കിൽ 5y minus y എന്ന് പറയുന്നത് 4y ആണ്. ആൻഡ് ഫോർ വൈ മൈനസ് വൈ എന്ന് 4y is equal to 32. അങ്ങനെയെങ്കിൽ y is equal to 32 divided by 4, which is 8. അപ്പോൾ വൈൻ്റെ വാല്യൂ കിട്ടി. അതായത് സ്മോളർ നമ്പർ വൈ ആണ്. അപ്പോൾ ലാർജർ നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ 5 times ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 5 × 8 14.